ദൃശ്യവും തല്ലുമാലയും. ഈ രണ്ട് സിനിമ വഴി നമുക്ക് പുതിയൊരു കാര്യം പഠിച്ചാലോ? വാ. ഒരു കഥ പറയുന്നതിന് ഒന്നിൽ കൂടുതൽ വഴികളുണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരേ കഥ ഒന്നിൽ കൂടുതൽ സ്റ്റൈലിലും പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു യുവാവ് പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടത്തിലാകുന്നു, കല്യാണം കഴിക്കുന്നു, പെൺകുട്ടി മരിക്കുന്നു. ഇതാണ് കഥയുടെ കോർ കോൺസെപ്റ്റ്. ഇത് ഈ പറഞ്ഞ ഓർഡറിലല്ലാതെ വേറൊരു രീതിയിലും പറയാം. പെൺകുട്ടി മരിക്കുന്നിടത്തു നിന്നും കഥ തുടങ്ങുന്നു. ശേഷം അവന്റെ തനിച്ചുള്ള ജീവിതം, പിന്നീട് അവളെ കാണുന്നതും പരിചയപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതുമെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് വഴി പറയുന്നു. ഈ രണ്ട് സ്റ്റൈലിനെയും സിനിമയിൽ വിളിക്കുന്ന പേരാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദൃശ്യം സിനിമ. ഇവിടെ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ ഇടയിലേക്ക് വരുന്ന പ്രശ്നം കാണിക്കുന്നു, അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുന്നു എന്നത് കാണിച്ച് സിനിമ തീരുന്നു. അതായത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് കഥ പറയുന്നത്. ഇനി തല്ലുമാല എടുത്താൽ ഇവിടെ അവസാനം നടക്കുന്ന കാര്യങ്ങൾ ആദ്യം നടക്കുന്നതിന്റെ നടുക്കും ഒക്കെ കൂടി മാറ്റി ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് കഥ പറയുന്നത്. അതായത് ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലാതെ നോൺ ലീനിയറായി. എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തേക്ക്. വീണ്ടും കാണാം.